ഹായ് സുഹൃത്തുക്കളെ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് അറിഞ്ഞാലോ? NPD കേട്ടിട്ടുണ്ടോ? ഇത് പറയാൻ എനിക്കെന്താ യോഗ്യത എന്നായിരിക്കും ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ. ഞാനൊരു വിക്ടിമായിരുന്നേ. ഇപ്പോൾ രക്ഷപ്പെടാനുള്ള തത്രപ്പാടില്ല എന്ന് വെച്ചാൽ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാട്ടോ എൻ്റെ മുഖം ഞാൻ കാണിക്കാത്തത്. ഒരു ദിവസം ഞാനും വരും നിങ്ങളുടെ കൂടെ. ഞാൻ ജനിച്ചതേ ഒരു നാർക്ക് ഫാമിലിയിലായിരുന്നു. 22-ാം വയസ്സിൽ പറചട്ടിയിൽ നിന്ന് എരുതിയിലോട്ട് എന്ന പോലെ വീട്ടുകാരുറപ്പിച്ച വിവാഹം. ഒരു കോവർട്ട് NPDയുടെ വൈഫ്. 25 വർഷത്തിന് ശേഷം രക്ഷപ്പെടൽ. ഇത്രയും പോരെ എനിക്ക് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ? കരയിൽ നിന്ന് നീന്തൽ പഠിച്ചവനും കടലിൽ ഇറങ്ങി നീന്തിയവനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഞാനും ഒരു ഡോക്ടറും തമ്മിൽ. എൻ്റെ ലോകം അക്കൗണ്ടൻസിയും ഫിനാൻസും ഫാമിലിയും ഒക്കെ ആയിരുന്നു. ഈ അവസ്ഥയെ അറിയാൻ ഞാൻ സൈക്കോളജി കൂടി പഠിച്ചു. അപ്പോൾ എൻ്റെ കഥ മാറി സുഹൃത്തുക്കളെ. ഞാനൊരു തെറാപ്പി എടുത്തില്ല കേട്ടോ. ഒരു കൗൺസിലിംഗ് സെക്ഷനിലും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കെന്നെ തിരിച്ചു പിടിക്കാൻ പറ്റി. അതിനായിട്ട് എന്നെ യൂട്യൂബ് സഹായിച്ചു. യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സൈക്കോളജിസ്റ്റിൻ്റെ വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ലൈവിലും ഞാൻ കയറി പഴയതിലൊക്കെ ഞാൻ കയറി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറ്റുന്ന എല്ലാത്തിലും ഞാൻ കയറാറുമുണ്ട്. എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത്, എനിക്ക് ആരെയും വിശ്വാസമില്ലാത്ത സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോട് നമുക്ക് സംസാരിക്കാമല്ലോ, അത് മറുപടിയും തരും. പക്ഷേ അതൊരു മനുഷ്യൻ്റെ ബുദ്ധിയല്ലാത്തതുകൊണ്ട് അതിനെ നമ്മളൊരു പരിധി കൂടുതൽ നമുക്ക് അതിനെ ആശ്രയിക്കാൻ പറ്റിയില്ല എന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ പുതിയ പുതിയ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാൻ പറ്റി. അതൊക്കെ നമുക്ക് ഒരുപാട് വായിക്കാൻ പറ്റുന്നത്രേ, നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന വിലയുള്ളതെല്ലാം മേടിച്ചെടുക്കാനും ഒക്കെ പറ്റി. അതെനിക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ചുറ്റുപാടുള്ള ഓരോരുത്തരെയും കാണുമ്പോൾ ഇവരേത് കാറ്റഗറിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കാം നമുക്ക്. ആദ്യം ഞാൻ എന്നെ തന്നെ രക്ഷിച്ചു. പിന്നെ എൻ്റെ കുടുംബത്തിലെ വിക്ടിമുകളെയാണ് രക്ഷിച്ചത്. നമ്മൾ രക്ഷപ്പെടുക, നമ്മുടെ കുടുംബം രക്ഷപ്പെടുക, എന്നിട്ട് മതി നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങാൻ. ആ നിലപാടുകാരിയാണ് കേട്ടോ ഞാൻ. എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന അത്രയും പേരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അവരെ ഞാൻ തരംതിരിച്ച് മനസ്സിലാക്കിയായിരുന്നു. കാര്യം നമ്മൾ പറയുന്ന ഒന്നും എല്ലാവർക്കും ഒന്നും മനസ്സിലാകുമൊന്നുമില്ല. അവരാരും ഇത് അനുഭവിച്ചിട്ടില്ല. ഇതിനെ കുറച്ചെങ്കിലും ഒന്ന് നോക്കി കണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാനെങ്കിലും മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ അവർ നമ്മൾ പറയണത് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണും. ഞാനും മോളും രക്ഷപ്പെട്ടു. പക്ഷേ വളരെ വലിയൊരു സാമ്പത്തിക നഷ്ടം എനിക്കുണ്ടായി കേട്ടോ. കൂടെ എൻ്റെ 25 വർഷവും പോയി. എങ്കിലും ഇനിയുള്ള ബാക്കി ലൈഫുണ്ടല്ലോ, അതെങ്കിലും സമാധാനത്തോടെ നമുക്ക് ജീവിച്ചു തീർക്കാമെന്നേ. നമ്മുടെ അടുത്ത തലമുറ ഈ ഒരു വർഗത്തിനെക്കുറിച്ച് അറിയട്ടെ. ഈ NPDയുടെ നീരാളിപ്പിടുത്തത്തിൽ അവർ പെട്ടുപോകാതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മളൊരാളെങ്കിലും രക്ഷപ്പെട്ട് മുന്നോട്ട് ഇറങ്ങിയേ പറ്റുള്ളൂ. ഒരു NPD ഒരിക്കലും മാറിയില്ല കേട്ടോ. അവർ മാറുമെന്നോർത്തോ അവരേതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോകാമെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നും നമ്മൾ വിശ്വസിക്കേണ്ട. അവർ മാറില്ല. അതിന് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നത് പട്ടിയുടെ വാല് പോലെയാണ്. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരില്ലല്ലോ. പക്ഷെ പട്ടി വിചാരിച്ചാൽ ഒരു നിമിഷം മതിയല്ലേ അത് നിവർത്താൻ. അത് തന്നെയാണ് NPDയുടെ കാര്യത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം. പക്ഷേ NPD ഒരിക്കലും വിചാരിക്കില്ല അവരുടെ സ്വഭാവം മാറ്റണമെന്ന്. അവരുടെ ചിന്താഗതിയിൽ അവരാണ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സർവരും ഉള്ളത്. അവരുടെ അടിമകളായിട്ടാണ് അവർ ബാക്കിയുള്ള എല്ലാവരെയും കണക്കാക്കുക. അതിൽ പ്രധാനമായിട്ടും അവരുടെ വിക്ടിമിനെ. പിന്നെ ഓരോ ടൈപ്പ് NPD ഉണ്ട്. ഓവർട്ട് അങ്ങനെ ഓരോ ടൈപ്പ്. അത് മൂത്ത് സൈക്കോപാത്തും അങ്ങനെ പല സെക്ഷനിലോട്ട് വരും. അതൊക്കെ സൈക്കോളജിസ്റ്റിൻ്റെ ഭാഷയാട്ടോ. നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ ഇതൊക്കെ പുറത്തോട്ട് നല്ല ശക്തമായിട്ട് ഷൗട്ട് ചെയ്യുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന NPDയാണ് ഓവർട്ട്. ഇതൊന്നും അറിയില്ല. അനങ്ങാതെ പൂച്ചയെ പോലെ ഇരുന്നുകൊണ്ട് നമുക്കിട്ട് കുത്തുന്ന ആളുകളാണ് കോവർട്ട്. അവരാണ് എൻ്റെ നോട്ടത്തിൽ അണലിയെന്ന് പറയാം. അത്രയ്ക്ക് അപകടകാരിയാണ്. ഒതുക്കത്തി ഇരുന്നുകൊണ്ട് കടിക്കുമല്ലോ. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത്. അവരെയായിരിക്കും നമുക്ക് പുറത്ത് സമൂഹത്തിലോട്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതും. ഇവർ ഭയങ്കര പരോപകാരികളായിരിക്കും. വീട്ടിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇവർ ചെയ്യില്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം ഇവർ തിരക്കില്ല. അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, അവർക്ക് പുറത്ത് പേരും പ്രശസ്തിയും കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വളരെ മാന്യനായിരിക്കും. പക്ഷേ അടുത്ത് കൂടെ ജീവിക്കുന്ന കുടുംബക്കാർക്കും അവരുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിനും വേറെ തനി നിറം മനസ്സിലായിട്ടുണ്ടാകും.
പക്ഷെ അതൊന്നും അവർക്ക് പുറത്തോട്ട് പറയാൻ ചിലർക്ക് പറ്റാത്തവരായിരിക്കും. ഓരോരുത്തരുടെയും സാഹചര്യം ഓരോന്നാണ് കേട്ടോ. എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പോലെ ഒരാളെ പോലെ വേറൊരാൾ ഇല്ലേ ഇല്ല. എനിക്ക് പക്ഷേ നിങ്ങളെ ഒരു കാര്യത്തിന് സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കാൻ ആണ് ആഗ്രഹമെങ്കിൽ അതിനെന്തൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്ന് പറഞ്ഞു തരാൻ പറ്റും. അല്ല, ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടണം, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തെളിവ് ശേഖരിക്കണം, നമ്മൾ മാനസികമായിട്ട് എന്തോരം സ്ട്രോങ് ആയിട്ടിന് ശേഷം മാത്രമേ ഇത് പുറത്തോട്ട് പറയാവുള്ളൂ, അങ്ങനെയുള്ള കാര്യമൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇവരെക്കാളും അപകടകാരി ഇവരുടെ വാക്ക് വിശ്വസിച്ച് നമ്മളെ ഉപദേശിക്കാൻ വരുന്ന ആൾക്കാരാണ്. ഡോക്ടർ പറയുമ്പോൾ പറയും ഫ്ലൈയിങ് മങ്കീസ് എന്ന് പറയും. പക്ഷേ അവർ നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഈ വരുന്നവരുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് ചിലപ്പോൾ ഒട്ടും അറിയാത്ത ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് ആണുങ്ങൾ മുൻഗണനയിൽ നിൽക്കണം, ചിലർ പെണ്ണുങ്ങളാണല്ലോ, ഒരു പെണ്ണുങ്ങൾക്ക് പരിഗണന കൂടുതൽ കൊടുക്കണം. അങ്ങനെ പല സെക്ഷനൊക്കെ ഉപയോഗങ്ങളിൽ പല പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കും അവരുടെ ഒരു ചിന്താഗതി. അതെന്ത് ആണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ഇതെന്ന് നമുക്കറിയില്ല. അറിഞ്ഞുകൊണ്ട് വരുന്നവരാണോ അറിയാതെ വരുന്നവരാണോ, അങ്ങനെ പല പല ആൾക്കാർ. ഇവരെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട ഒരു ദുരവസ്ഥയും കൂടി നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഏറ്റ ഒരു മുറിവിനും പുറത്ത് പിന്നെയും 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 മുറിവുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നല്ലോണം അറിഞ്ഞിരിക്കണം. കുറേ സൈക്കോളജിസ്റ്റ് ഉണ്ട് കേട്ടോ, വിക്ടിം ഗ്രൂപ്പുകൾ വരെ ഇട്ടവരുണ്ട് നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെയുണ്ട്. അവരെയൊക്കെ നമുക്ക് നമിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു മെഴുകുതിരി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ? നമ്മളൊക്കെ ഓരോ വിക്ടിമും ആർക്കോ വേണ്ടി നല്ല പ്രകാശത്തെ വെറുതെ എരിഞ്ഞു തിരുന്ന മെഴുകുതിരികളാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ മെഴുകുതിരിയെ തന്നെ ഇട്ടേക്കുന്നത്. നമുക്കും സമാധാനവും സന്തോഷവുമായിട്ട് സമൃദ്ധിയിലേക്ക് നടന്നു കയറാനുള്ള അവകാശമുണ്ട്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കാര്യം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും കേട്ടോ. താങ്ക് യു.